ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു അടിപൊളി ബിരിയാണി തയ്യാറാക്കാം. ആദ്യം തന്നെ മസാല പുരട്ടി വെച്ച ചിക്കൻ പീസ് എണ്ണയിലിട്ട് വറുത്തു കോരുക. അതിനുശേഷം നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിൽ തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ സവാളയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം വഴറ്റുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, ഞാൻ കാന്താരി മുളകാണ് എടുത്തത്, അതും കൂടി അരച്ച പേസ്റ്റ് അതിലേക്ക് ചേർക്കുക. ഇഞ്ചി പേസ്റ്റ് ചേർത്ത് വഴന്നു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം വഴറ്റുക. അതിനുശേഷം 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. അതിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അടച്ചു വെക്കാം. കുറച്ച് സമയം അടച്ചു വെച്ച ശേഷം തക്കാളിയും ഇതൊക്കെ നല്ലോണം വെന്ത് വരുന്നത് വരെ അടച്ചു വയ്ക്കാം. ഇതൊക്കെ നല്ലോണം വെന്ത് വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം.
ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിന് 6 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ എടുക്കുക. അതിനുശേഷം നമുക്ക് അരി കഴുകി വെള്ളം വാരാൻ അവിടെ വയ്ക്കുക. എന്നിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ട പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗ്രാമ്പു, പട്ട എന്നിവയിട്ട് നല്ലവണ്ണം വഴറ്റുക. അതിനുശേഷം കുറച്ച് ഉള്ളി ഇട്ട് വഴറ്റുക. ഉള്ളി ഇട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം, നേരത്തെ എടുത്തു വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അരിയിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരിയിട്ട് കൊടുക്കാം. അരിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് പാത്രം അടയ്ക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായിരിക്കും. പിന്നെ ഒരു ടിപ്സ് പറഞ്ഞു തരാം. നമ്മളെ ഈ ചോറ് അധികം വെന്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് മുകളിൽ കൂടി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചോറും നേരത്തെ ഇട്ട മസാലക്കൂട്ടും. ആദ്യം കുറച്ച് ചോറിടുക. അതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാലക്കൂട്ടിടുക. അതിന് മുകളിൽ ചോറിടുക. അതിന് ശേഷം എല്ലാം കൂടി നല്ല വൃത്തിയിൽ അടച്ച ശേഷം നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ചെറിയ തീയിൽ ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി. എളുപ്പത്തിൽ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ബിരിയാണി തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.